You are muted, Doctor. Thank you all. Thank you, Dr. Dhanesh. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPH-ന്റെ 1241 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഡോക്ടർ PKK നമ്പൂതിരി സാർ അവതരിപ്പിക്കുന്ന സാറിന്റെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് ഇന്ന് മലയാള സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ മലയാളം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. PKK നമ്പൂതിരി സാറിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാറ് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്കായി. സാറിന്റെ ക്ലാസ് വളരെ പ്രത്യേകതയുള്ള, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ തന്നെ സ്പൂൺ ഫീഡിംഗ് ആയി സാറ് ക്ലാസ് എടുക്കുക എന്നതാണ് പതിവ്. ഇന്നും നമുക്ക് അതുപോലെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്പൂതിരി സാറിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറെ ക്ലാസ് തുടങ്ങാം. ഒരു ക്ലിയർ ഇല്ല സാറേ, വീഡിയോ പോലെ. അതെ, സാറിന്റെ ക്യാമറയിൽ എന്തോ ഒരു ഫംഗസ് പിടിച്ച പോലെ കാണാൻ പറ്റുന്നില്ല ഫേസ്. ഒന്ന് തുടച്ച ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും സാറേ. ഇതിപ്പോ മഞ്ഞ് മൂടി കിടക്കുന്നു. ഡൽഹിയിൽ നിന്ന് ക്ലാസ് വരുന്നുണ്ട്. സാറിന്റെ ഷർട്ടിന്റെ കളറും ഫേസ് മുടിയുടെ നിറവും മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട്. മുടിയുടെ നിറവും കാണുന്നില്ല, മുഖം മാത്രമേ. സാറൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? ആ ക്യാമറ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആക്കിയാൽ ചിലപ്പോ ശരിയാവും സാറേ. ഒന്നുകൂടെ ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. അതൊന്ന് ജോയിൻ ചെയ്തതിന് ഒരു 2 മിനിറ്റ് എടുത്താലും അതൊന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും ക്യാമറ ഒന്ന് ചിലപ്പോ തുടച്ചാ കറക്റ്റ് ആവും. സാറൊന്നേ ലീവ് ചെയ്തിട്ട് ആ ക്യാമറയുടെ അകവും കുറവും ഒന്ന് തുടച്ചിട്ട്. അതെ, മുഖം രണ്ടുപേരുടെയും വ്യക്തമല്ല. സാറിന്റെ ആ മുഖത്തെ ചിരിയോടുകൂടിയുള്ള പ്രസന്റേഷൻ ആണ് കാണാൻ വളരെ ഭംഗി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അല്ല, ഒന്ന് ലീവ് ചെയ്തിട്ട് ക്യാമറ ഒന്ന് തുടച്ചിട്ട് വീണ്ടും റീജോയിൻ ചെയ്താൽ കറക്റ്റ് ആവും. അപ്പൊ ഇന്ന് വനിതാ ദിനം കൂടിയല്ലേ സ്ത്രീകളുടെ, അതിനെ കുറിച്ച് 2 വാക്ക് പറയുന്നത് നന്നായിരിക്കും. വനിതാ ദിനത്തിനെ കുറിച്ച് ആരാണ് 2 വാക്ക് സംസാരിക്കുന്നത്? ഡോക്ടറെല്ലാം പറഞ്ഞ വനിതകളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമല്ലോ. ഞാനോ? ആ, വനിതാ ദിനത്തിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് എന്താണ്, ഇന്ന് പണ്ടത്തെ പോലെ അല്ല. സ്ത്രീകൾ ഒരുപാട് മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ അടുക്കളയിൽ മാത്രം തളയ്ക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ ശോഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എഴുത്തുകാരായി വളരെയധികം സ്ത്രീകൾ നമുക്ക് പറയത്തക്കതായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും മന്ത്രിമാര്, നമ്മുടെ ഒത്തിരി നല്ല മന്ത്രിമാര് നമുക്ക് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും സ്ത്രീകള് മുമ്പിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകളും തന്നെ, കാരണം പഞ്ചായത്ത് തലത്തിലൊക്കെ വനിതാ പ്രാതിനിധ്യം, തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ അതിൽ തന്നെ സ്ത്രീകളെ തന്നെ നേതാക്കന്മാരായിട്ട് CDS എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറെ പോസ്റ്റുകൾ, അതുപോലെ ഒത്തിരി പഞ്ചായത്തിലൊക്കെ സ്ത്രീകളാണ് ആക്റ്റീവായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ്ങിന് വീടുകളിലൊക്കെ എത്തുന്നതും ലേഡീസാണ്. അതുപോലെ
വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് ഓരോ കലാപരിപാടികൾ, തിരുവാതിരയായാലും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാമിനായിട്ട് സ്ത്രീകൾ ഒത്തുകൂടുകയും അങ്ങനെ മുൻനിരയിലേക്ക് വരാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പഴയതുപോലെ അല്ല. സ്ത്രീകളെ വീട്ടിൽ ഒതുക്കി നിർത്താം എന്നുള്ള, വീട്ടിൽ മാത്രം ഒതുക്കി നിർത്താം എന്നുള്ള അവസ്ഥ മാറിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. രാജേശ്വരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് അറിയാതെയാണോ? അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. സ്ത്രീകൾ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാർ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിനാണ് പ്രാധാന്യം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാർ. ക്ലാസ് തുടങ്ങാം. കേൾക്കാമല്ലോ? കേൾക്കാം സാർ. ഹലോ, കേൾക്കാം സാറേ. നേരത്തേലും കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, സാർ തുടങ്ങിക്കോളൂ. സോറി, കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കേറാനും പറ്റിയില്ലായിരുന്നു. സാരമില്ല. ഞാനിപ്പോ ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാല് ഗൗട്ട് അഗ്രവാദം എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാന്ന് വിചാരിക്കുന്നത്. ഗൗട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ രോഗം നമുക്ക് 2 തരത്തിലാണ് നമ്മുടെ ക്ലിനിക്കില് പേഷ്യൻസ് വരുന്നത്. ഒന്ന് പെട്ടെന്നുണ്ടാകുന്നത്, ഒന്ന് ദീർഘമായി കിടക്കുന്നത്. ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേല് നമ്മുടെ അടുക്ക വരുമ്പോൾ പനി, കൈകാലുകളുടെ ഏപ്പുകളിൽ നീര്, ചുവപ്പ്, വേദന എന്നീ ലക്ഷണങ്ങളോട് കൂടി ഇടയ്ക്കിടെ കാണപ്പെടുന്നു. നീരുണ്ടാകുന്ന ഭാഗം ഒരിക്കലും പഴുത്ത് ചലപിക്കാറില്ല. സാധാരണ ായി കാലിന്റെ പെരുവിരലിലാണ് ഈ രോഗം ആദ്യം ആരംഭിക്കുന്നതായിട്ട് കാണുന്നത്. പാരമ്പര്യമായും ദഹനേന്ദ്രിയ രോഗങ്ങളോടനുബന്ധിച്ചും ഇത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇത് കുട്ടികളെയും ചെറുപ്രായത്തിലുള്ളവരെയും സാധാരണ ബാധിക്കാറില്ല. 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഇത് നമ്മൾ സാധാരണയായി ബാധിച്ച് കാണുന്നത്. സാധാരണ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കാറുള്ളത്. അതുപോലെ തന്നെ ദരിദ്രരെക്കാളും കൂടുതൽ ധനവാന്മാരെയാണ് അധികമായി ഇത് ബാധിച്ചു കാണുന്നത്. ഇതിന്റെ പ്രധാന കാരണം ദേഹത്തിന് ശരിയായ ആയാസമില്ലാതെ ഇരിക്കുന്നതിനാല് രക്തത്തിൽ യൂറിക് ആസിഡ്, കാൽസ്യം മുതലായവ സാധനങ്ങൾ വർദ്ധിച്ച് സന്ധികൾ തോറും വന്നു കൂടുന്നതിനാൽ വിയർപ്പിലൂടെ അവ പുറത്തു പോകാത്തതിനാലും ആകുന്നു ഇങ്ങനെ ഉണ്ടാവുന്ന കാരണം, ഗൗട്ട് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. പിന്നെ മദ്യം ഉപയോഗിക്കുന്നവർക്കും ഈ രോഗം കൂടുതലായി ബാധിച്ചു കാണുന്നുണ്ട്. രോഗം ആരംഭിക്കുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗം ഉണ്ടാകുന്നതിന് 3-4 ദിവസം മുമ്പ് ദഹന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, നെഞ്ചിടിപ്പ്, മൂത്രത്തിൽ കലക്കൽ നിറം, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം മുതലായ നിസ്സാര ലക്ഷണങ്ങളായിട്ട് ആരംഭിക്കും. രോഗം ആരംഭിക്കുന്നത് സാധാരണ അർദ്ധരാത്രി കഴിഞ്ഞാണ്. രോഗി സാധാരണ ആരോഗ്യത്തോടു കൂടി വൈകിട്ട് കിടന്നുറങ്ങുന്നുവെങ്കിലും അർദ്ധരാത്രി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കാലിന്റെ പെരുവിരൽ സഹിച്ചുകൂടാത്ത വേദനയോടുകൂടി ഉണരുകയും ഈ വേദന ക്രമേണ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കഠിന വേദനകൾ ഒന്നും സഹിച്ച് പരിചയമില്ലാത്തതിനാൽ രോഗിക്ക് പരിഭ്രമവും സ്വസ്ഥതയില്ലായ്മ, ആൻസൈറ്റി ആൻഡ് റെസ്റ്റ്ലെസ്നെസ് കാണിക്കുകയും ഞരങ്ങുകയും ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ വേദനയുള്ള ഭാഗം ചുവന്ന് നീരും വേദനയുള്ളതായും തുണി പോലും തൊടുവാൻ പാടില്ലാത്തവണ്ണം കഠിന വേദനയുള്ളതായും കാണാം. പെരുവിരലിന്റെ പുറത്തുള്ള ബ്ലഡ് വെസൽ തുടിച്ച് നിൽക്കുന്നതും ആയിട്ടും കാണാം. വേദന ആരംഭിക്കുന്നതിനോടുകൂടി ഉള്ളില് ഉണ്ടാവുകയും വേദന വർദ്ധിച്ചു വരുമ്പോൾ ചെറിയ നേരിയ പനി ഉണ്ടാകുന്നതുമാണ്. ഈ പനിയോടുകൂടി ദാഹം, അസഹ്യത, മൂത്രം കട്ടിയുള്ളതും ഊറുള്ളതുമായി തീരുക എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്. വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നതിനായി രോഗികളിൽ പല വിധത്തിൽ കാല് വച്ചു നോക്കുമെങ്കിലും ഒരു വിധത്തിലും ആശ്വാസം കിട്ടുന്നതായി കാണാറില്ല. എന്നാലും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം പുലർച്ചയോടുകൂടി നേരിയ വിയർപ്പുണ്ടാവുകയും അതോടുകൂടി രോഗിക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ വേദന ഈ സമയത്ത് പെട്ടെന്ന് ആശ്വാസപ്പെടുന്നതായതിനാൽ ശരിയായ നിലയിൽ കാല് വച്ചതുകൊണ്ടാണ്
വേദന മാറിയതെന്ന് രോഗി വിചാരിക്കാറുണ്ട്. ഈ വക ലക്ഷണങ്ങൾ തുടർച്ചയായി 6-7 രാത്രികളിൽ കുറേശ്ശെ ശക്തി കുറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വേദന കുറയുന്നതോടുകൂടി പെരുവിരലുണ്ടാകുന്ന നീരും ആശ്വാസപ്പെടും. ആ ഭാഗത്തെ തൊലി പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് ഈ രോഗത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. ഈ പ്രാരംഭ ലക്ഷണത്തോടു കൂടി ഈ രോഗം മിക്കപ്പോഴും തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇതിനുശേഷം 1-2 വർഷം ഇതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ പിന്നീട് ഈ രോഗം ഉണ്ടാകുമ്പോൾ മറ്റ് ഏപ്പുകളെയാണ് ബാധിക്കുന്നത്. ഉദാഹരണം കൈവിരലുകളുടെ മടക്കുകള്, കാൽ കുഴകള്, തോൾ പലകകള്. ഈ രോഗം പഴകും തോറും സമയം അടുത്തടുത്തുണ്ടാകും. തുടക്കത്തിൽ രോഗം വളരെ സമയം ഇടയിട്ടുണ്ടാവുമെങ്കിലും പിന്നീട് അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം രോഗം ഒഴിഞ്ഞുള്ള സമയം വളരെ കുറവായിട്ട് വരും. ഈ രോഗം ഉണ്ടാകുന്നതിന്റെ ഫലമായി ജോയിന്റുകളിൽ യൂറേറ്റ് ഓഫ് സോഡ എന്ന വെളുത്ത സാധനം വന്ന് കെട്ടി ജോയിന്റുകൾ വലുതായിട്ട് ആരംഭത്തിൽ ഈ രോഗത്തിനുള്ള ശക്തിയോ വേദനയോ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല. എന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഈ രോഗത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയും ഒന്നിലധികം ജോയിന്റുകളെ ഒരേ സമയത്ത് ബാധിക്കുകയും ചെയ്യും. ഈ രോഗത്തിന്റെ ആക്രമണം കഴിയുമ്പോൾ അത് നിമിത്തം ഉണ്ടാകുന്ന നീര് വിട്ടുപോകാതെ നിൽക്കുകയും പിന്നീട് തുടരെ ആക്രമണം കൊണ്ട് വർദ്ധിച്ചു വരികയും ചെയ്യും. ഒരു ആക്രമണം കഴിഞ്ഞാൽ ഉടനെ ഈ നീരുള്ള ഭാഗം മാർദ്ദവപ്പെട്ടു ഇരിക്കുകയും പിന്നീട് കട്ടിയായി തീരുന്നതുമാണ്. വളരെ അപൂർവമായി ജോയിന്റുകളിൽ വന്നു കെട്ടുന്ന യൂറേറ്റ് ഓഫ് സോഡ ചിലപ്പോൾ ആ ഭാഗം പഴുത്ത് പൊട്ടി അതിൽ നിന്ന് ചലവും ഒരുതരം വെളുത്ത സാധനവും പുറത്തു വരുന്നതായും കാണാറുണ്ട്. മറ്റു ചിലപ്പോൾ ഈ രോഗവും സ്റ്റൊമക്ക് ആമാശയവും തലച്ചോറ്, ബ്രെയിൻ അല്ലെങ്കിൽ ഹൃദയം, ഹാർട്ട് എന്നീ ഭാഗങ്ങളും ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റൊമക്കിനെ ബാധിക്കുമ്പോൾ കഠിനമായ കോളിക്, ഛർദി എന്നിവയും, ബ്രെയിനിനെ ബാധിക്കുമ്പോൾ തലവേദന, ചുറ്റല്, മന്ദത എന്നിവയും, ഹാർട്ടിനെ ബാധിക്കുമ്പോൾ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടല്, ബോധക്ഷയം മുതലായവയും കാണുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങളിൽ രോഗം ബാധിക്കുമ്പോൾ രോഗത്തിനെ തന്നെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം നേരിടും. എന്നാൽ പുറമെ ജോയിന്റുകളിൽ ഈ രോഗം ഉണ്ടായിട്ടുള്ളതിനാൽ ഈ രോഗമാണെന്ന് തീർച്ചപ്പെടുത്താം. ഈ രോഗം വിട്ടുപോകാത്ത ഒരു രോഗമായി കണക്കാക്കുന്നു. മറ്റു രോഗങ്ങളോടുകൂടി പെടുത്തുന്നതിനാലോ കാലക്രമേണ അവയവങ്ങൾക്ക് ഈ രോഗം നിമിത്തം ഉണ്ടാകുന്ന കേടുപാടുകൾ കൊണ്ടും അല്ലാതെ, മറ്റു രോഗങ്ങളോട് കൂടിയോ അല്ലാതെ, കേടുപാടുകളോട് കൂടിയോ അല്ലാതെ കണ്ട് ഈ രോഗം തന്നെ അപകടകാരണമല്ല, അല്ലെ മരണകാരണമല്ല. അഗ്രവാദത്തിനും സാധാരണ റുമാറ്റിസത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അഗ്രവാദം കൈകാലുകളുടെ ചെറിയ സന്തുക്കളെയാണ് ആദ്യം ബാധിക്കുന്നത്. സാധാരണയായി കാലിന്റെ പെരുവിരലിലാണ് ആദ്യം രോഗം കാണുന്നത്. എന്നാൽ സാധാരണ റുമാറ്റിക് കംപ്ലൈന്റ് വലിയ ജോയിന്റുകളെയാണ് സാധാരണ ബാധിക്കുന്നത്. ഒന്നിലധികം ജോയിന്റുകളെ ഒരേ സമയം ബാധിക്കുന്നതായിട്ട് കാണും. പിന്നെയുള്ളത് ചെറുപ്രായക്കാരെ ആയവരെ സാധാരണയായിട്ട് ഗൗട്ട് ബാധിക്കാറില്ല. സാധാരണ 35 വയസ്സിന് മുതൽ ഒരു 55 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ ആണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് കാണുന്നത്. പക്ഷേ റുമാറ്റിസത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ചെറുപ്രായക്കാർ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ബാധിക്കും. പിന്നെ ഗൗട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് ഗൗട്ട് കൂടുതലായിട്ട് ബാധിച്ച് കാണുന്നത്. പക്ഷെ റുമാറ്റിസത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ മദ്യപാനികളെയും മടിയന്മാരായ ധനികർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സർസൈസ് പ്രോപ്പറായിട്ടില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അല്ലാതെ കണ്ട് ധനികരെന്ന് ഉദ്ദേശിച്ച പണം കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പറായിട്ട് എക്സർസൈസ് ഇല്ലാത്ത ആൾക്കാർ സാധാരണ രോഗം ബാധിച്ച് കാണുന്നത് ഗൗട്ട്. എന്നാൽ റുമാറ്റിസത്തിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ശരീരത്തെ മൂടുവാൻ പോലും വേണ്ടത്ര വസ്ത്രം ഇല്ലാത്തത്, തണുപ്പും മഴയും ഏറ്റ് കഠിന ജോലികൾ ചെയ്യുന്ന സാധുക്കളെയാണ്
റുമാറ്റിസം കൂടുതലായിട്ട് ബാധിച്ചു കാണും. കൂടുതലും ഗൗഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും ഇത് പാരമ്പര്യമായിട്ടാണ് ഉണ്ടായത്. പക്ഷെ പാരമ്പര്യമായ ഒരു ഹിസ്റ്ററി റുമാറ്റിസത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഈ കാരണങ്ങളാല് ഇത് റുമാറ്റിസമാണോ ഗൗട്ടാണോ, അതായത് അഗ്രവാദമാണോ സാധാരണ വാദമാണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗൗട്ടിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ രോഗം ഉണ്ടാകുന്ന ഒരു ശരീരപ്രകൃതി ജനനാൽ തന്നെ നമുക്കായി. ഒട്ടുമിക്ക കേസുകളും പാരമ്പര്യമായി തന്നെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ഈ രോഗം ഉണ്ടാകാൻ, അതായത് അവരുടെ കുറച്ച് നേരത്തെ ഒരു 40 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവേണ്ടത് ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടാണ് മദ്യം ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ മാംസഭക്ഷണം അധികം ഉപയോഗിക്കുന്നത് ഈ രോഗം നേരത്തെ ഉണ്ടാകാൻ കാരണമാണ്. മാംസഭക്ഷണം അധികമായിട്ട് ഉപയോഗിക്കുന്നു, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന നല്ല ബുദ്ധി, അധികമായിട്ട് നേരത്തെ ഉണ്ടാവും. പിന്നെ എക്സർസൈസ് കുറവുള്ളത് ആളുകൾ, ശരീരത്തിലെ അശുദ്ധികൾ പുറത്തു പോകാൻ വേർപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കെട്ടി നിൽക്കുമ്പോൾ ഉള്ള ആളുകളിൽ ഈ രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പെയിന്റിങ് തൊഴിലാളികൾ, ലെഡിന്റെ അംശം ഉള്ളിൽ പോകുന്നതിനാൽ ഈ രോഗം ഉണ്ടായതായിട്ട് ധാരാളമായി കണ്ടു. പിന്നെ കാലാവസ്ഥയുടെ വ്യത്യാസം രോഗം ഉണ്ടാകാൻ ഒരു കാരണമാണ്. ഒരു കാലാവസ്ഥ തന്നെ കയറി വരിക. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ പലപ്പോഴും സംഭവിക്കുന്നു. കാരണം അങ്ങനെയുള്ള സമയത്ത് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിന് സഹായക്രിയകളായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ, ഈ രോഗം ശക്തിയായി ശരീരത്തിൽ വ്യാപിക്കുന്നതിന് മുമ്പ് കുറച്ച് എക്സർസൈസ്, താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നാണ് പറയാം. അതായത് ഈ രോഗം ശക്തിയായി ശരീരത്തിൽ വ്യാപിക്കുന്നതിന് മുമ്പ് നിഷ്കർഷിക്കുക, ഒന്ന് രോഗത്തെ ശരീരത്തിൽ വിടുവിച്ച് കളയാൻ നമുക്ക് ഒരു പരിധി വരെ സമയം കിട്ടും. ഒന്ന് നമ്മൾ ചെയ്യേണ്ട അമിത ഭക്ഷണം, മദ്യം ഇവ ഒഴിവാക്കുക. 2, മാംസം, പയറുവകകള്, പുളിരസമുള്ള പഴങ്ങള് എന്നിവ ചുരുക്കി കഴിക്കുക. കുറച്ച് കഴിക്കരുത്, ഒട്ടും കഴിക്കരുതെന്നല്ല പറയുന്നത്, മിതമായ രീതിയിൽ കഴിക്കുക. പിന്നെ രോഗത്തില് വേഗത്തിൽ ദഹിച്ച് ശരീരത്തിൽ ചേരുവാൻ സാധിക്കുന്ന തരം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ശരീരം വിയർക്കുക, ഇതില് ഏതെങ്കിലും തരത്തിലുള്ള മിതമായ ആയാസം കൊണ്ട് ശരീരം വിയർക്കാൻ ശ്രമിക്കുക. അത് പറ്റാത്ത ആളുകൾ, ആയാസം ചെയ്യാൻ പറ്റിയല്ല, അങ്ങനെയുള്ള ആളുകളില് സ്റ്റീം ബാത്ത് ഉപയോഗിച്ച് നമ്മുടെ ശരീരം വിയർപ്പിക്കാം. ഇതും പറ്റാത്ത ആളുകളിൽ ചൂടുവസ്ത്രം കൊണ്ട് ശരീരം മൂടി പൊതിഞ്ഞ് വിയർപ്പിക്കാം. ഏതായാലും നമ്മുടെ ശരീരം വിയർപ്പിക്കുക എന്നുള്ളത് ഈ രോഗത്തിന് ഒരു പ്രധാനമായ കാരണമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീം ബാത്ത് അഡ്വൈസബിൾ ആണ്. സൗകര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട് സ്റ്റീം ബാത്ത് എടുക്കാൻ. പിന്നെ ആയാസം എടുക്കുന്നതിന് നിവൃത്തിയില്ലാത്ത ആളുകൾ, ആയാസം എക്സർസൈസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ചില ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് പരുത്തി തുണി കൊണ്ട് ഉള്ള, അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ടോ ദേഹമാസകലം തിരുമുന്നത് ദിവസം ഒരു 2 നേരം ഒരു ശീലമാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഈ രോഗം ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ മടിയായി ഈ രോഗം ബന്ധപ്പെട്ട ആളുകൾ മടിയായിട്ടിരിക്കാതെ മറ്റേതെങ്കിലും തൊഴിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ ആ മാനസിക ഉല്ലാസം അതുകൊണ്ട് ഈ രോഗത്തിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ രാവിലെ തോറും കുറച്ചു ദൂരം നടക്കുന്നത് ഈ രോഗത്തിന് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിത്യം കഠിനമായ വേദനയുള്ളപ്പോൾ രോഗം ബാധിച്ച അവയവം ഉയർത്തിപ്പിടിച്ചാൽ രക്തത്തിന്റെ തള്ളല് കുറയുകയും തൽക്കാലം നമുക്ക് ആശ്വാസമുള്ളതായിട്ട് തോന്നാം. പിന്നെ തുണി ചൂടുവെള്ളത്തിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് പിടിക്കുന്നത് ചില ആളുകളിൽ ആശ്വാസം ഉള്ള ഒരിതായിട്ട് പറയുന്നുണ്ട്. നീരും കഠിനമായ വേദനയും ഉള്ളപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങള്, പാല്, ബാർലരി അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സുഖമായിട്ട് കിട്ടാൻ സാധിക്കും. പിന്നെ
സാധാരണ സ്ഥിരമായിട്ട് പ്ലെയിൻ വാട്ടർ എനിമ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് പ്ലെയിൻ വാട്ടർ എനിമ നമ്മൾ ശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത്തരം കേസുകളിൽ. പിന്നെ വെറ്റ് പാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നീരും വേദനയും ഉള്ള ഭാഗത്ത് തണുത്ത വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട്, അതായത് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാത്ത രീതിയിൽ പിഴിഞ്ഞിട്ട് അത് ചുറ്റിക്കെട്ടുക. അതിന്റെ പുറകെ വായു കടക്കാതെ ഓയിൽ തുണി കൊണ്ട്, ഓയിൽ ക്ലോത്ത് കൊണ്ട് വീണ്ടും ചുറ്റിക്കെട്ടി കുറച്ചു നേരം വഹിക്കാണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് ദീർഘകാലം ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഒരു പരിധി വരെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രോഗത്തെ കുറിച്ച് കൃത്യമായ, എന്തായാലും ഞാൻ പറഞ്ഞു പാരമ്പര്യമായ ഒരു രോഗമായതുകൊണ്ട് ഇത് പൂർണ്ണ സുഖമൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾക്ക് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ഹോമിയോപ്പതിയിൽ ഒത്തിരി സാധ്യതകൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കുറവ് കാണാറുണ്ട് എന്ന് ഞാൻ പറയാണ്. പിന്നെ ഇതിന് ചികിത്സയിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് നോക്കുമ്പോൾ ശരിക്കും ആദ്യം ഒരു ചെറിയ ചികിത്സ എന്ന് പറയുന്നത് കോൾചിക്കം രോഗം ശക്തിപ്പെടുമ്പോഴും കഠിന വേദനയ്ക്കും മൂന്നാമത്തെ ആവർത്തിപ്പ് അല്പം വെള്ളത്തിൽ 2 മണിക്കൂർ കൊടുക്കുന്നത് നല്ലതാണ്. കോൾചിക്കം ഈ ഔഷധം പ്രധാനമായി കൊടുക്കുകയും ഇതിനോട് ഇടകലർത്തി പൾസാറ്റില, നക്സോമിക്ക, റേഡിയം ബ്രോമൈഡ് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ പ്രത്യേകിച്ചും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ശരിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും വളരെ വേഗത്തിൽ ഇതുകൊണ്ട് ആശ്വാസം കിട്ടുന്നതാണ്. ജോയിന്റുകളിൽ ഈ രോഗം ഉണ്ടാകുന്ന നീരിനും വേദനയ്ക്കും വളരെ പ്രയോജനമായിട്ട് കോൾചിക്കം എന്ന് എനിക്ക് എൻ്റെ അനുഭവം, ദീർഘകാലത്തെ അനുഭവം കൊണ്ട് പറയാൻ പറ്റും. കോൾചിക്കം വളരെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് ഈ കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു മരുന്ന് കോൾചിക്കം തന്നെയാണ്. ചില കേസുകളിൽ കോൾചിക്കം ചൂടുവെള്ളത്തിനകത്ത് നമ്മൾ ഒഴിച്ച് പുറമെ തുണി മുക്കി ചൂട് പിടിക്കുന്നത് നല്ലതാണ്. കാരണം ഈ വേദന കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ അത്യാവശ്യം തന്നെ. ഈ സാഹചര്യത്തിൽ എൻ്റെ ഞാൻ പ്രധാനമായിട്ട് ഗൗട്ട് കേസുകളിൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാന മരുന്ന് കോൾചിക്കം 3 ആണ്, 3X ആണ്. അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ്. തീർച്ചയായും നിങ്ങളത് നോക്കുക. പിന്നെയുള്ളത് അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ എന്ന് പറയുന്നതാണ്. അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ 10 തുള്ളി വീതം വെള്ളത്തിൽ ചേർത്ത് 2 മണിക്കൂർ ഇടവിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 10 തുള്ളി ഒഴിച്ചിട്ട് അത് കൂട്ട് ഓരോ ടീസ്പൂൺ വീതം 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ, അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ കൊടുത്താലും രോഗം പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കോൾചിക്കം അല്ലെങ്കിൽ അർട്ടിക്ക യൂറൻസ് നല്ല ഒരു മെഡിസിനാണ്. പിന്നെ ബയോകെമിക് മെഡിസിനിൽ ഏറ്റവും പ്രധാന ഔഷധം നൈട്രോസൾഫാണ്. ഈ രോഗത്തിന് പ്രധാന ഔഷധം നൈട്രോസൾഫ് തന്നെയാണ്. അത് 6S ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് മെറ്റീരിയൽ ഡോസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഇത് ഹോമിയോപ്പതി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബയോകെമിക്കല് ലവണത്തിന്റെ കുറവ് കൊണ്ടാണ് രോഗം ഉണ്ടാവുന്നത് എന്നുള്ള കൺസെപ്റ്റിലൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അളവ് കൂട്ടി, അതായത് 12-16 ഗ്രെയിൻ ഗ്രെയിൻ വീതം രാവിലെ വൈകുന്നേരം ചൂടുവെള്ളത്തിനകത്ത് കൊടുക്കുന്നതാണ് സാധാരണ ഒരു രീതി. ഏറ്റവും പ്രധാന ബയോകെമിക് മെഡിസിൻ ആയിട്ടുള്ള മറ്റൗഷധങ്ങളോട് ഇടകലർത്തി ഈ ഔഷധം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലതാണ്. പിന്നെ ചികിത്സയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതാണ്ട് 70-ൽ പരം ഔഷധങ്ങൾ ഇതിന് നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എല്ലാം ഒന്നും നമുക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാം. അതിലേക്ക് മെറ്റിയാമെഡിക്കയിലേക്ക് ഞാൻ പോവുകയാണ്. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ, മെറ്റിയാമെഡിക്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ വസ്തുവിന്റെയും സൂക്ഷ്മ സ്വഭാവം, അതായത് ഇപ്പൊ ഞാൻ തന്നെ എന്റെ സൂക്ഷ്മ ബോധം ഞാൻ മരിച്ചാലും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മ ബോധമാണ് അതിന്റെ എല്ലാ ചെറിയ എല്ലാ ഇതും ഉണ്ടാക്കുന്നത്.
അപ്പൊ ഹോമിയോപ്പതി ഔഷധങ്ങളിൽ എത്ര കുറഞ്ഞ അളവിലായാലും ഔഷധത്തിന്റെ ഐഡന്റിറ്റി നിലനിർത്തുന്നതിനെ കൊണ്ട് നമുക്ക് കുറഞ്ഞ ഔഷധം കുറഞ്ഞ അളവിൽ തന്നെ കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ രോഗിയിൽ നമ്മൾ ഇത് പ്രയോഗിക്കുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാട് പറയാന്ന് വെച്ചാല്, നമ്മൾ പ്രൈമറി ആക്ഷൻ, സെക്കൻഡറി ആക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ആയക്കാരും നമ്മൾ പറയുമ്പോൾ പ്രൈമറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഔഷധങ്ങൾ ശരീരത്തിൽ പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ ആണ് ആദ്യം പ്രൈമറി ആക്ഷൻ. അതിനുശേഷം ഔഷധ സെക്കൻഡറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ജീവശക്തി പ്രതിപ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയാണ് രോഗം മാറുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ മറ്റെല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും നമ്മളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവരും പറയുന്നത് മരുന്നുകള് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ആക്ഷനും സെക്കൻഡറി ആക്ഷൻസും ഒക്കെ തന്നെയാണ്, പല രീതിയിൽ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ നമ്മൾ അതിന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമ്മളെ ആചാര്യനൊക്കെ കൊടുത്തിരുന്ന സമയം ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 100-200 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അത്രയും ഒരു കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് ഒരു പക്ഷേ സിംഗിൾ ഡോസ്, സിംഗിൾ മെഡിസിൻസ് അല്ല, സിംഗിൾ മെഡിസിൻ പലപ്പോഴും നമുക്ക് പറ്റുന്നുണ്ട്. സിംഗിൾ ഡോസ് എന്ന് ഉദ്ദേശിച്ചു ഒരു ഡോസ് കൊടുത്ത അതിൻ്റെ നിന്ന് ശക്തമായ റിയാക്ഷൻസ് ഉണ്ടാക്കാം എന്നൊക്കെ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാലും, ഇന്നിപ്പോ മനുഷ്യന്റെ ജീവിത രീതി 230 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പോഴത്തെ മനുഷ്യന്റെ രോഗത്തിന്റെ ജീവിത രീതികള്, രോഗത്തിന്റെ സ്വഭാവങ്ങള്, മനുഷ്യന്റെ രോഗവിധേയത്വം ഇതെല്ലാം മാറി വന്നതുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ വേറൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, രോഗത്തിന് നമ്മൾ ചികിത്സിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഔഷധങ്ങൾ കൊടുക്കാനാണ്. റിപ്പീറ്റ് ചെയ്ത് ആവശ്യമെങ്കിലേ ഓൾട്ടർനേറ്റ് ചെയ്യേണ്ടുള്ളൂ. മറ്റേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഔഷധങ്ങൾ മിക്കവാറും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം മാത്രമാണ്. ഇതിലേക്ക് ഒരു സംവാദത്തിന് ഞാൻ ഇപ്പൊ തൽക്കാലം തയ്യാറുമല്ല. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. മിക്കവാറും ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഔഷധങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ മെഡിസിൻ ഓരോന്ന് പറയാം. മെഡിസിന്റെ കീനോട്ട് പ്രിസ്ക്രിപ്ഷൻ എന്നതിൽ കുറച്ച് മെഡിസിൻ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ തന്നെ 32 മിനിറ്റേ ഉള്ളൂ, എനിക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ആ കീനോട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒന്ന്, നമ്മുടെ മെഡിസിൻ, ഏറ്റവും പ്രധാന മെഡിസിൻ 2 മെഡിസിൻ പറഞ്ഞു, ഓൾട്ടിക്കം, അറ്റിക്ക യൂറൻസ്, പിന്നെ ലക്സോമിക്ക, റേഡിയം ബ്രോമൈഡ്, അതുപോലെ തന്നെ പൾസാറ്റില്ല. അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ റെഗുലറായിട്ട് പറയുന്ന മെഡിസിൻസ്, ഒന്ന് സ്റ്റെല്ലാറിയ മീഡിയ. സ്റ്റെല്ലാറിയ മീഡിയയില് ഇപ്പൊ കൈമുട്ടുകളിൽ മുറിക്കുന്നത് പോലെയുള്ള വേദനയും കൈവിരൽ മുട്ടുകളിൽ വീക്കവും വേദനയും ഉണ്ടാകുമ്പോൾ സ്റ്റെല്ലാറിയ മീഡിയ 3x പൊട്ടൻസി റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുക. സ്റ്റെല്ലാറിയ മീഡിയ. പിന്നെ ഉള്ളത് ഗൗട്ട്, ഏപ്പുകളിൽ ഉണ്ടാകുന്ന മുഴകള്, വാദം, ഇങ്ങനെയുള്ള വേദനകൾക്ക് ബെൻസോണിക് ആസിഡ് കൊടുക്കുക. ഈ ബെൻസോണിക് ആസിഡ് കൊടുക്കേണ്ട ഏക ലക്ഷണം കഠിന ദുർഗന്ധമുള്ള മൂത്രം എന്ന ലക്ഷണത്തെ മാത്രമാണ് നമ്മൾ അതിന് ബേസ് ചെയ്യുന്നത്. കഠിന ദുർഗന്ധമാണ് അവരുടെ മൂത്രത്തിൽ ഉണ്ടാവുക എന്നുള്ള ബേസിൽ മാത്രം ബെൻസോണിക് ആസിഡ്. ഇവിടെ നമ്മൾ ബെൻസോണിക് ആസിഡ് കൊടുക്കുന്ന 3x പൊട്ടൻസിയാണ്. പിന്നെയുള്ളത് ലഡമാണ്. ലഡം ചെറിയ ജോയിന്റുകളെ സംബന്ധിക്കുന്ന വാദവേദനകൾക്കാണ് വളരെ കൂടുതലായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിടക്കയിലെ ചൂട് കൊണ്ട് പോലും ഈ രോഗം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷണം. പിന്നെ നമ്മളുടെ പ്രിസ്ക്രിപ്ഷനിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മദ്യം പതിവായി ഉപയോഗിക്കുന്നവർക്ക് ഈ രോഗമായിട്ട് വന്ന ലഡമാണ്. ഇത് 30ാമത്തെ ആവർത്തനം റിപ്പീറ്റഡ് ഡോസാണ് കൊടുക്കുക. പിന്നെയുള്ളത് അമോണിയം ഫോസ് ആണ്. അമോണിയം ഫോസ് ക്രോണിക് ഗൗട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. മൂത്രത്തിലെ ചുവപ്പ് നിറത്തിലുള്ള ഊറൽ എന്നുള്ളതാണ്, അതായത് റോസ് കളേർഡ് സെഡിമെന്റ് ഇൻ ദ യൂറിൻ. അതാണ് ഇതിന്റെ പ്രധാനമായ ഇൻഡിക്കേഷൻസ്.
ചെറിയ കാറ്റ് പോലും തണുപ്പ് ഉണ്ടാക്കുന്ന ശരീരപ്രകൃതി, അതായത് ചെറിയ കാറ്റ് പോലും അവർ സഹിക്കുകയില്ല എന്നുള്ളതും അമോണിയം ഫോസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതും 30 റിപ്പീറ്റഡ് ഡോസാണ്. പിന്നെ അസ്ക്ലിയപ്പിയാസ് ട്യൂബർലോസ എന്ന് പറയുന്ന മെഡിസിനാണ്. നെഞ്ച് സംബന്ധമായ ഇതിനോടനുബന്ധിച്ച് ചെസ്റ്റിലുണ്ടാവുന്ന വേദനകൾ, റുമാറ്റിക് കംപ്ലൈൻസും അതുപോലെയുള്ള വേദനകളും അതിനോടനുബന്ധിച്ച് ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ടിഞ്ചർ റിപ്പീറ്റഡ് ഡോസ്, അസ്ക്ലിപ്പിയാസ് ട്യൂബറോസ. പിന്നെ ഗൊയാക്കം എന്ന് പറയുന്ന മെഡിസിൻ സന്ധികളിലെ വേദനയും നീർക്കെട്ടും അനങ്ങുന്നതിനാലും ചൂടുകൊണ്ടും വർദ്ധിക്കുക. അത് സാധാരണ ഒരു ലക്ഷണം തന്നെയാണ്. അനുബന്ധിച്ച് ആബ്സസ് ഉണ്ടാകുക, അതായത് സന്ധികളിൽ അഗ്രഭാഗത്തോടനുബന്ധിച്ച് ആബ്സസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു അഗ്രഭാഗത്തിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാലും ആബ്സസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആബ്സസ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും കാൽമുട്ടുകളിലും കാൽമുട്ടിലും കാൽക്കുഴയിലും ആബ്സസ് ഉണ്ടാവുകയും തണുത്ത വെള്ളത്തിൽ കഴുകുന്നാൽ ആശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൊയാക്കം എന്ന് പറയുന്ന മരുന്നാണ്. ഇത് റിപ്പീറ്റഡ് ഡോസ് ആണ്, 30 പൊട്ടൻസി. പിന്നെ ലാക്റ്റിക് ആസിഡ് ആണ് വേറൊരു മെഡിസിൻ. ഡയബറ്റീസ് രോഗികളിൽ ഗൗട്ട് പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ലാക്റ്റിക് ആസിഡ്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു മെഡിസിൻ, അതായത് ഡയബറ്റിക് കേസുകളിൽ ചിന്തിക്കേണ്ട മെഡിസിനാണ് ഫേഷ്യോലസ് നാനസ്. രണ്ടും 30 പൊട്ടൻസിയാണ്, റിപ്പീറ്റഡ് ഡോസ് ആയിട്ടാണ്. ഫേഷ്യോലസ് നാനസും ലാക്റ്റിക് ആസിഡും ഡയബറ്റിക് പേഷ്യൻസിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ്. പിന്നെയുള്ളത് ഫോർമിക്ക റൂഫ. ഫോർമിക്ക റൂഫയുടെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ യൂറേറ്റും ആൽബുമിനും കാണുക എന്നുള്ളതാണ്. യൂറേറ്റും ആൽബുമിനും മൂത്രത്തിൽ ഉണ്ടായാൽ അമർത്തുന്നതിന് നീർക്കെട്ടിലെ വേദനയ്ക്ക് ആശ്വാസവും വരുന്നതാണ്. അമർത്തി നോക്കിയാൽ നീർക്കെട്ടിലെ വേദനയ്ക്ക് ആശ്വാസവും മൂത്രത്തിൽ ആൽബുമിനും യൂറേറ്റും ഉണ്ടാകുകയാണെങ്കിൽ ഫോർമിക്ക റൂഫ എന്ന് പറയുന്ന മെഡിസിനാണ്. ഇതും 30 പൊട്ടൻസിയാണ് സാധാരണ ഉപയോഗിക്കുക. പിന്നെ അടുത്തത് ലിത്യം കാർബാണ്. ലിത്യം കാർബ് വാതസംബന്ധമായി ജോയിന്റുകളിൽ ഉണ്ടാകുന്ന നീരും ചുവപ്പും പുഴകളും മൂത്രം ഒഴിക്കുന്നതിന് മുമ്പും സ്ത്രീകൾക്ക് മെൻസസിന് സമയത്തും ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന തോന്നുക എന്നുള്ളതാണ് പ്രധാന ലക്ഷണം. കുനിയുമ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടാകും എന്ന് അവർ പറയാറുണ്ട്. ചിലപ്പോൾ ഇത്തരം കേസുകളിൽ ലിത്യം കാർബ് കൊടുക്കുമ്പോൾ 200 ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കുക. 200 ആഴ്ചയിൽ ഒരിക്കൽ ലിത്യം കാർബ് കൊടുക്കാം. വാതസംബന്ധമായും അത് ഹാർട്ട് പെയിനോട് കൂടി റുമാറ്റിക് കംപ്ലൈൻസുകളിൽ മിക്കവാറും ഒക്കെ ലിത്യം കാർബ് പ്രയോജനപ്രദമാണ്. അടുത്തത് റോഡോഡെൻഡ്രോൺ ആണ്. വാതസംബന്ധമായി കൈകാലുകളിൽ വേദന ഉണ്ടാവുകയും കാറ്റും മഴയും ഉള്ളപ്പോഴും അനങ്ങാതിരിക്കുമ്പോഴും, അതായത് കാറ്റും മഴയും തണ്ടർ സ്ട്രോം എന്നൊക്കെ പറയുന്ന കൊടുങ്കാറ്റെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അനങ്ങാതിരിക്കുമ്പോഴും രോഗം വർദ്ധിക്കുന്ന കേസുകളിൽ റോഡോഡെൻഡ്രോൺ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ്. 3x പിന്നെ ജോയിന്റുകളിൽ നിന്ന് മാറി മാറി ഉണ്ടാവുക എന്നുള്ളതും ഇതിന്റെ ഒരു റോഡോഡെൻഡ്രോണിന്റെ ഒരു ലക്ഷണമാണ്. 3x പൊട്ടൻസി റിപ്പീറ്റഡ് ഡോസ് ആണ് ഇതിന്റെ പ്രയോജനം. അടുത്ത ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബെർബെറിസ് വൾഗാരിസ് ആണ്. ബെർബെറിസ് വൾഗാരിസ് എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ രോഗത്തോടു കൂടി അനുബന്ധമായിട്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങളോട് കൂടി വരുന്ന കേസുകളിലാണ് നമ്മൾ ബെർബെറിസ് വൾഗാരിസ് ചിന്തിക്കുന്നത്. ടിഞ്ചറാണ്. 10 തുള്ളി ദിവസം 3 നേരമാണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ സാധാരണ കാണാറ്. ചില ആളുകൾ ടിഞ്ചറിന് പകരം 6x ഉപയോഗിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. ഏതായാലും കിഡ്നി സംബന്ധമായ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗൗട്ട് കേസുകളിലാണ് ബെർബെറിസ് വൾഗാരിസിന്റെ ഉപയോഗം. അടുത്തത് സരസപ്പാരല എന്ന് പറയുന്ന മെഡിസിനാണ്. വിരലുകളുടെ അഗ്രവും നഖങ്ങളുടെ അടിവശവും പഴുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷണം. രാത്രികളിൽ അസ്ഥികളിൽ വേദന എന്ന് പറയുന്നു, അസ്ഥി കഴപ്പ്, ഇങ്ങനെ പറയുന്ന കേസുകളിലാണ് സരസപ്പാരല ഉപയോഗിക്കുന്നത്. സാധാരണ ഇത് മെർസോളിനോട് ഇടയിട്ട് 30 പൊട്ടൻസി ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കണം. മെർസോളും സരസപ്പാരലയും ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്
സാധാരണ കാണുന്നത്. അടുത്ത മെഡിസിൻ ഫോസ്ഫോറിക് ആസിഡ് ആണ്. രാത്രിയിൽ അസ്ഥികളിൽ ചുരണ്ടി എടുക്കുന്നത് പോലെയുള്ള വേദന, പുറത്തും കൈകാലുകളിലും ചതുവ് തട്ടിയ പോലെയുള്ള വേദന ഉണ്ടാകുമ്പോഴാണ് ഫോസ്ഫോറിക് ആസിഡിനെ കുറിച്ച് ചിന്തിക്കുക. ചുരണ്ടി എടുക്കുന്ന പോലും ചതുവ് തട്ടിയ പോലെയുള്ള വേദനകൾ വരുമ്പോഴാണ് നമ്മൾ ഫോസ്ഫോറിക് ആസിഡിനെ കുറിച്ച് ചിന്തിക്കുക. 3x ആണ്, റിപ്പീറ്റഡ് ഡോസ് ആണ്. അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഷാഫിസാഗിരിയ ആണ്. ഷാഫിസാഗിരിയ പിന്നെ അസ്ഥി പഴുപ്പ്, കൈകാലുകളിൽ ഇടിച്ചു നുറുക്കിയ പോലെയുള്ള വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിന് വേദന, കൈ വിരലുകളുടെ മടക്കിനുണ്ടാകുന്ന വീക്കവും മുഴയും, ഈ അവസ്ഥ കാണുമ്പോഴാണ് നമ്മൾ ഷാഫിസാഗിരിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഷാഫിസാഗിരിയ എന്ന് പറയുന്നത് 30 പൊട്ടൻസി ആണ്, ആണ്. അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ടാറ്റാറിക്കം ആസിഡ് ആണ്. ടാറ്റാറിക്കം ആസിഡ് കാൽവെള്ളകയിലും കാൽ ഉപ്പൂറ്റിയിലും വേദന എന്നുള്ളതാണ് ടാറ്റാറിക് ആസിഡിന്റെ ഏറ്റവും പ്രധാനം. കാൽ വെള്ളയിലും കാൽ ഉപ്പൂറ്റിയിലും വേദന എന്നുള്ളതാണ്. ഇത് മെഡോറിനവുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ. മെഡോറിനും ഈ കേസുകൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടാറ്റാറിക് ആസിഡിനെ കൊടുക്കുമ്പോൾ 3x പൊട്ടൻസിയാണ് ഉപയോഗിക്കുക. 3x പൊട്ടൻസിയാണ്. പിന്നെ ഉള്ളത് സാലിസൈക്ലിക് ആസിഡ് ആണ്. എൽബോ ജോയിന്റിലും നീ ജോയിന്റിലും കാൽമുട്ടിലും കൈമുട്ടിലും നീരും ചുവപ്പും ഉണ്ടാകുമ്പോൾ 30 പൊട്ടൻസി 2 മണിക്കൂർ ഇടയിട്ട് കൊടുക്കുകയാണ് സാലിസൈക്ലിക് ആസിഡിന് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെയുള്ള ഒരു പ്രധാന മെഡിസിൻ അസഫറ്റിഡ ആണ്. അസഫറ്റിഡ അസ്ഥിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അസഫറ്റിഡയിലേക്ക് കൊണ്ടുപോവുക. അസ്ഥിയിൽ വിങ്ങുന്ന പോലെയും രാത്രി വേദന വർദ്ധിക്കുന്ന തരം വേദനയാണ്. അസ്ഥികൾ ദ്രവിച്ചു പോകുക. പിന്നെ ഇതിനകത്തുള്ളത് ആമാശയത്തിൽ നിന്ന്, അതായത് സ്റ്റൊമക്കിൽ നിന്ന് പന്ത് പോലെ ഒരു സാധനം കയറി വന്ന് തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കുകയും അത് താഴോട്ട് ഇറക്കി പോകാനായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വിഴുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ അസഫറ്റിഡയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ കാണുന്നത്. അസ്ഥികളുടെ ഉണ്ടായ പഴിക്കലും ദ്രവിക്കലും തൊട്ടാല് രക്തം ഒലിക്കുന്നതുമായ വക്കുകളോട് കൂടിയ വ്രണങ്ങൾ, അസ്ഥികളില് ഉണ്ടാകുന്ന വ്രണങ്ങൾ പഴുത്ത് ദ്രവിച്ച് തൊട്ടാല് രക്തം ഒലിക്കുന്നത് പോലെ വക്കുകളോട് കൂടിയ വ്രണങ്ങളാണ് സാധാരണ രീതിയുള്ളത്. ഇതിന്റെ ഒരു പ്രധാന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിൽ നേരിയ ദുർഗന്ധത്തോടു കൂടിയ തലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് വളരെ കേസുകളിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ അസഫറ്റിഡ ഇതിനകത്ത് ഇങ്ങനെയുള്ള അൾസർ കേസുകൾ നല്ലോണം റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ്. 30 പൊട്ടൻസി ദിവസം 2 നേരം വെച്ചാണ് സാധാരണ കൊടുക്കുക. പിന്നെ കൊളോസിന്താണ്. അരക്കെട്ടിലെ ചെറുത്ത് കയറുന്ന പോലെ വേദനയും പിരിയിട്ട് മുറുക്കുന്ന പോലെയുള്ള വേദന, വേദനയുള്ള വശം വെച്ച് കിടന്നാലും അമർത്തിയാലും വേദനയ്ക്ക് ആശ്വാസം. 30 പൊട്ടൻസി ദിവസം 3 നേരം കൊടുക്കുക എന്നുള്ളതാണ് കൊളോസിന്ത് ലക്ഷണമായിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ ചെയ്യുന്നത്. അടുത്ത മെഡിസിൻ കാലി അയഡൈഡ് ആണ്. കാലി അയഡൈഡ് എന്ന് പറയുന്നത് പിന്നെ ശക്തമായ അസ്ഥിവേദന, തൊടുന്നതിന് അസ്ഥിക്കുള്ള വേദന, അത് നമ്മൾ തൊട്ടുമ്പോൾ ഭയങ്കരമായ വേദന, രാത്രിയിലും നനവ് കൊണ്ടും വർദ്ധിക്കുക എന്നുള്ളതാണ് കാലി അയഡൈഡിന്റെ സിംറ്റം. അതായത് ശക്തമായ അസ്ഥിവേദനയുണ്ട്, തൊടുന്നതിനാൽ വർദ്ധിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ കാലി അയഡൈഡിനെ കുറിച്ച് ചിന്തിക്കണം. അത് 30 ആവർത്തനമാണ് നമ്മൾ കൊടുക്കുന്നത്. 1 നേരം മറ്റേ ദിവസം കൊടുക്കേണ്ടതുണ്ടോ കാലി അയഡൈഡ്. ലൈക്കോപോഡിയം ആണ് പിന്നെ ഒരു മെഡിസിൻ വരുന്നത്. പഴകതേരം രോഗങ്ങൾക്ക് ജോയിന്റുകളിൽ ചുവപ്പും നീർക്കോളും ഉണ്ടാകുമ്പോൾ മറ്റ് ഔഷധങ്ങളോട് ഇടയിട്ട് ഹൈപ്പോട്ടൻസി, വണ്ണം, തെന്നം കുറച്ച് അകലം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലൈക്കോപോഡിയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നസ്മൊസ്കറ്റ എന്ന് പറയുന്നത് നനവ് തട്ടിയതിനാലും മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗത്തിനെയാണ് നക്സ് മൊസ്കറ്റ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇത് വേറൊരു കാര്യം, ഇടത്ത് തോളില് ഇത് വേദിക്കുന്ന വേദനകൾക്ക് പറമ്മറ്റ് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് നക്സ് മൊസ്കറ്റ. വലത്ത് തോളിൽ വരുമ്പോൾ നമ്മൾ സാങ്കുനറിയെ കുറിച്ച് ചിന്തിക്കണം. ഇത് പിന്നെ 30ാമത്തെ ആവർത്തനമാണ് കൊടുക്കുക. സാധാരണ നനവ് തട്ടിയാലും മഴക്കാലത്തും
ഇടത്ത് തോളിലും ഉണ്ടാകുന്ന തരം വേദനകളെയാണ് നമ്മൾ അറ്റ്മോസ്കറ്റയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ ഉള്ളത് അടുത്ത ഒരു റേഡിയം ബ്രോമൈഡ് ആണ്. റേഡിയം ബ്രോമൈഡ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണെങ്കിലും അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാനായിട്ടൊന്നും ഉള്ളത് കൊണ്ടാണ് ഞാനത് വീണ്ടും അത് ഒന്നുകൂടെ പറയുന്നത്. ശരീരത്തിന്റെ പോഷണ പരിണാമ, അതായത് ഡിസ്റ്റർബ്ഡ് മെറ്റാബോളിസം, ഇതിന് ഡിസ്റ്റർബ്ഡ് മെറ്റാബോളിസം നിമിത്തം മാംസപേശികളിലും ജോയിന്റുകളിലും ഉണ്ടാകുന്ന റുമാറ്റിക് കംപ്ലൈന്റിന് മിക്കവാറും റെസ്റ്റോസിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടെത്തിയാൽ റേഡിയം ബ്രോമൈഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതല്ലാതെ കണ്ട് റേഡിയം ബ്രോമൈഡിന്റെ വേറൊരു പ്രത്യേകത, നമ്മൾ റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കേണ്ടത് ചുണങ്ങിന് ഉപയോഗിക്കാം, സോറിയാസിസിന് ഉപയോഗിക്കാം, കടുതരമായ ചൊറിച്ചിലിന്, ശരീരത്തിലെ ചൊറിച്ചിലിന് ഉപയോഗിക്കാം, മുഖക്കുരുവിന് ഉപയോഗിക്കാം, വ്രണങ്ങൾക്ക് ഉപയോഗിക്കാം, ജന്മമറുകുകൾക്ക് ഉപയോഗിക്കാം. ഇവയെല്ലാം പിന്നെ റേഡിയം ബ്രോമൈഡിന്റെ പരിധി വരും. കാരണം റേഡിയം ബ്രോമൈഡ് നല്ലൊരു ഔഷധമായതുകൊണ്ട് എടുത്തു പറയുന്നു. പിന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ ക്യാൻസറിന്റെ വിപരീതമായ ഒരു റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട് റേഡിയം ബ്രോമൈഡ് സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാൻസർ ഉള്ള കേസുകളിൽ നമുക്ക് റേഡിയം ബ്രോമൈഡിനെ കുറിച്ച് ചിന്തിക്കാം. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് രക്തക്കുഴലിലെ ബ്ലഡ് വെസലിന്റെ അതായത് ആർട്ടീരിയോ ബ്ലോക്കുകൾ മാറ്റാനും റേഡിയം ബ്രോമൈഡിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു നമുക്ക് നിസ്സാരമായിട്ട് കളയേണ്ട ഒരു കേസല്ല, നല്ലോണം ഉപയോഗിക്കാവുന്ന മെഡിസിനാണ്. ഹോമിയോപ്പതിയിൽ നല്ലവണ്ണം റിസൾട്ട് നല്ലോണം കിട്ടുന്ന ഒരു മെഡിസിൻ തന്നെയാണ് റേഡിയം ബ്രോമൈഡ്. അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്ക ചില ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കാം. ഡയബറ്റീസ് കേസുകളിൽ റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസി എന്ന് പറഞ്ഞിട്ട് വരുന്ന കേസുകളിൽ നമുക്ക് ബലക്കുറവ്, ബലമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കേസുകളിൽ സ്ത്രീകൾക്ക് നടുവിന് വേദന എന്ന് പറഞ്ഞു വന്നാലും റേഡിയം. അപ്പൊ ശരീരത്തിലെ രോഗബീജങ്ങൾ ആക്രമിക്കുന്നതിനും തടുക്കുന്നതിനുള്ള ശക്തി ഈ ഔഷധത്തിന് വളരെ ശക്തമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് ഹോമിയോ ഔഷധങ്ങളുടെ കൂടെ അവയ്ക്ക് ഫലക്കുറവൊന്നും കൂടാതെ ഈ ഔഷധം ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, മറ്റ് ലക്ഷണങ്ങളിലുള്ള ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ഫലം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വർദ്ധിക്കുന്നതാണ്. അതായത് സഹായ ഔഷധമായിട്ട് ഈ റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കാം, ഒട്ടുമിക്ക കേസുകളിലും ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കണം. ഇത് റേഡിയം ബ്രോമൈഡ് നല്ലോണം ഉപയോഗിക്കാവുന്ന മെഡിസിനാണ്. 30 ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ചില ആളുകൾ 3x ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 30 തന്നെയാണ്. റേഡിയം ബ്രോമൈഡ് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു ഔഷധം തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെയുള്ളത് റാനൽകുലസ് ക്ലീറൈറ്റസ് ആണ്. റാനൽകുലസ് ക്ലീറൈറ്റസ് കൈവിരലുകളിലും മുട്ടുകളിലും കാൽവിരൽ മുട്ടുകളിലും ഉണ്ടാകുന്ന അഗ്രവാദം, അതായത് ഗൗട്ട്, തുരന്ന് കരണ്ട് തിന്നുന്ന പോലെയുള്ള വേദന, തുരക്കുന്നത് പോലെയോ കരണ്ട് തിന്നുന്നത്, അതായത് ബോറിംഗ് ആൻഡ് ജനേരിക് പെയിൻ എന്ന് പറയുന്ന കേസ് വേദനയാണ് ഇതിന് പ്രധാനം. ഇത് ഈ കേസിൽ റാനക്കുലസ് ക്ലീറൈറ്റസ് നല്ലൊരു ഗൗട്ട് പോലെയുള്ള കേസുകളിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ്. സാധാരണ രീതിയിൽ 3x ആണ് ഇത് ഉപയോഗിക്കുന്ന റിപ്പീറ്റഡ് ഡോസാണ്. പിന്നെയുള്ളത് സബൈനയാണ്. റിസ്റ്റ് ജോയിന്റിലും കാൽവിരലിലെ ജോയിന്റുകളിലും ഉണ്ടാകുന്ന ചുവന്ന് മിനുക്കമുള്ള നീര് ആണ് സബൈനയുടെ പ്രത്യേകത. ചൂടുള്ള മുറിയിൽ ഇരുന്നാൽ ഇത് വർദ്ധിക്കുകയും തണുത്ത വായു തട്ടിയാൽ ആശ്വാസം കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. സബൈന ഈ ഗൗട്ട് കേസുകളിൽ റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ്. 3x ആണ് സാധാരണ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പൾസാറ്റില എന്ന് പറഞ്ഞാൽ വാണ്ടറിങ് ഷിഫ്റ്റിംഗ് പെയിൻ, എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന വേദനകളുടെ വ്യത്യാസങ്ങളെയാണ് പൾസാറ്റില കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പൾസാറ്റില സാധാരണ രീതിയിൽ 200 ആണ് ഉപയോഗിക്കുക, റിപ്പീറ്റഡ് ഡോസാണ്. പിന്നെ നിലത്ത് പോലും ചവിട്ടാൻ പോലും പറ്റാത്ത കാൽപാദത്തിന് വേദന എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ടാർട്ടാറിക് ആസിഡ് മെഡോറിനും. അതോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ആന്റിമണിയം ക്രൂഡം. ഈ കേസിൽ നമ്മൾ ആന്റിമണിയം ക്രൂഡം കൊടുക്കുന്നത് സാധാരണ വണ്ണമാണ്, കുറച്ച് അകലം സമയത്താണ്
കൊടുക്കുന്നത്. അവൻ നമ്മുടെ കാല് മുളത്ത് ചവിട്ടാൻ മേല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്ക് ആന്റിയൻ ടാർട്ടാരിക്കും അതോടൊപ്പം തന്നെ ടാർട്ടാരിക് ആസിഡ് മഡോറിനും അതുകൂടെ നമ്മൾ ആ കൂടെ തന്നെ നമുക്ക് കൂട്ടാവുന്ന ഒരു ഔഷധമാണ് ആന്റിമണിയും കൂടെ. പിന്നെ ചുളിയുള്ള കുത്തൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നീരും ചുളിയുള്ള കുത്തലും ഭയങ്കരമായ നീരും എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു മെഡിസിനാണ് എപ്പീസ്. തണുപ്പുകൊണ്ട് ആശ്വാസവും കൂടെ പറയുകയാണെങ്കിൽ തീർച്ചയായും എപ്പീസ് നമുക്ക് കൊടുക്കാം. ഇത് 30 പൊട്ടൻസി റിപ്പീറ്റഡ് ഡോസാണ്. വീണ്ടും ഇടിച്ചു നുറുക്കിയ പോലെയുള്ള വേദന, പറിച്ചു കയറുന്ന പോലെയുള്ള വേദന, രണ്ടു വശത്തുമുള്ള വാരിയെല്ലുകളിൽ വേദന, അതായത് ഇടിച്ചു നുറുക്കിയ പോലെയും പറിച്ചു കയറുന്ന പോലെയും വാരിയെല്ലുകളില് വേദനയായിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ട മെഡിസിനാണ് ആർണിക്ക. ആർണിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കുന്ന വണ്ണം ടെന്നം ഒത്തിരി അകലം കൂടാതെ തന്നെ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. വണ്ണം ടെന്നം റിപ്പീറ്റ് ചെയ്ത് തന്നെ കൊടുക്കാം. ഒത്തിരി കുറച്ച് അകലമൊക്കെ കൊടുത്താൽ മതി, ഒത്തിരി വലിയ അകലം ഒന്നും കൊടുക്കാതെ തന്നെ കൊടുക്കാം. ആർണിക്കായ്ക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെയുള്ളത് നമുക്കറിയാം ആങ്സൈറ്റി, ഹൃദയ രോഗത്തിനോടുകൂടി മുമ്പേ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാണ് ഹൃദയത്തിലേക്ക് ഇത് മാറാണ്ട്, അപ്പോൾ പിന്നെ ശ്വാസം മുട്ടലുണ്ടാവും, പരിഭ്രമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ അടുക്ക റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് ആഴ്സനിക് ആൽബ്. ആഴ്സനിക് ആൽബ് നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെയുള്ള ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓറംമൂറാണ്. ഓറംമൂർ എന്ന് പറയുന്നത് ജോയിന്റുകളിൽ നീർക്കെട്ടും വേദനയും ആശ്വാസപ്പെടുന്ന സന്ധികളിൽ ഈ സന്തുക്കളിൽ വേദന മാറാതെ, അതായത് നീരും വേദനയൊക്കെ പോകും, പക്ഷെ ആ വേദന അവിടുന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റുമായിട്ട് വരുന്ന ആളുകളിലാണ് ഓറംമൂറ് ചിന്തിക്കേണ്ടത്. ഓറംമൂറ് വണ്ണമാണ്, ആഴ്ചയിൽ ഒരു ദിവസം വീതം കൊടുത്താൽ മതി. ജോയിന്റിലെ നീർക്കെട്ടും വേദനയും ആശ്വാസപ്പെടുത്തിയതിനു ശേഷം സന്തുക്കളില് വേദന മാറാതെ നിൽക്കുന്ന കേസുകളിലാണ് ഓറംമൂറ് നമ്മൾ ചിന്തിക്കേണ്ടത്. വണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. വീണ്ടും വരുന്ന മെഡിസിൻ കാക്ടസ് ആണ്. കാക്ടസിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിന്റെ ഭാഗത്ത് വരിഞ്ഞു മുറുക്കുന്ന പോലെയുള്ള വേദന, അതായത് ഹൃദയപേശികളെ ബാധിക്കുന്ന കംപ്ലൈന്റുകളെ പറ്റി വരുമ്പോഴാണ് നമ്മൾ കാക്ടസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാക്ടസ് 30 റിപ്പീറ്റഡ് ഡോസാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഈ കൂടെ കൊടുക്കേണ്ട ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ കാൽക്കേരിയ കാർബാണ്. നമുക്കറിയാം കാൽക്കേരിയ കാർബിന്റെ എല്ലാ സിംറ്റംസും നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. കാലാവസ്ഥയുടെ വ്യത്യാസം, വെള്ളത്തിൽ ജോലി ചെയ്യുക, രോഗം ഉണ്ടാകുന്നതിന് ഉള്ള കാരണങ്ങളാണെന്നൊക്കെ പറയുന്ന കേസുകളിൽ വണ്ണം ടെന്നം 50 സിയും മറ്റ് ഔഷധങ്ങളോട് ഇടയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കാൽക്കേരിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന മെഡിസിനാണ്. ഞാൻ വളരെ സ്പീഡിലേക്ക് പോകുന്ന വെച്ചാൽ 2-3 മെഡിസിൻ കൂടെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്താവുന്ന കാര്യമാണ്. പിന്നെയുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാന മെഡിസിൻ കൊളോഫൈലാണ്. കൊളോഫൈലം നമുക്ക് ഈ കേസില്, ഇത്തരം കേസുകളിൽ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. റിസ്റ്റില് കൈവിരലുകളുടെ സന്ധികളിലും ശക്തിയായ നീരോട് കൂടി ഉണ്ടാകുന്ന വേദനയാണ്. ഈ വേദന പെട്ടെന്ന് മാറി പിൻകഴുത്തിലേക്ക് വരുമ്പോഴാണ് കൊളോഫൈലത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. എങ്ങനെയായാലും പിൻകഴുത്തിലും റിസ്റ്റിലും ഒക്കെ വേദന ഉണ്ടാകുന്ന കേസുകളിലും അല്ലെങ്കിൽ ഗൗട്ട് കേസുകൾ വരുമ്പോൾ കൊളോഫൈലം നമ്മൾ ചിന്തിക്കണം. റിപ്പീറ്റഡ് ഡോസ് 30 ആണ്, റിപ്പീറ്റഡ് ഡോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഗൗട്ട് രോഗത്തോടു കൂടി സ്തംഭനം എന്ന് വെച്ചാൽ പാരാലിസിസ്, അതായത് നമ്മുടെ സ്ഥിരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുന്ന അവസ്ഥ വരികയാണെങ്കിൽ തണുപ്പ് കാലത്തും മഞ്ഞുകാലത്തുമാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ അടുക്ക വന്നിട്ടുള്ളത് എങ്കിൽ പൗഷ്ടികം ഇവിടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ്. പൗഷ്ടികം അങ്ങനെ കൊടുക്കുമ്പോൾ വണ്ണമാണ് കൊടുക്കാറ്, ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കേണ്ടത് എന്ന് പറയാം. പിന്നെയുള്ളത് വർഷം തോറും ഈ വർഷം ഉണ്ടായി, പിന്നെ അടുത്ത വർഷം ഉണ്ടായി, ഇങ്ങനെ വർഷം തോറും ഈ രോഗം ആവർത്തിച്ച് വരുന്ന ചില ആളുകൾ വന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട ഔഷധമാണ് കാലിബൈക്രോമിക്കം. വണ്ണമാണ് കൊടുക്കേണ്ടത്, ആഴ്ചയിൽ ഒരിക്കലാണ് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ കൊടുക്കാം. പിന്നെയുള്ള ഒരു റെയർ റെമഡി എന്ന് പറയുന്നത് ആക്റ്റിയ സ്പിക്റ്റേറ്റ് ആണ്. റിസ്റ്റ് ജോയിന്റിലും കൈലുകാലുകളുടെ വിരലുകളിലും ആംഗിൾ ജോയിന്റിലും ഒക്കെ നീർക്ക് ഉണ്ടാകുന്നതിന് നല്ല ഔഷധമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു സെക്കൻഡ്.
53 5 മിനിറ്റ് കൂടെ ക്ലാസ് എടുക്കാം സാറേ. എടുക്കാവോ? ഓക്കെ. പെർമെറ്റ് എന്ന് പറയുന്ന മെഡിസിനാണ് ഇന്ന് വരുന്നത്. പെർമെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇടത്ത് തോളിൽ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇടത്ത് തോളിൽ ഉണ്ടാകുന്ന രോഗത്തിന് നസ്മസ്കറ്റായ പറഞ്ഞപ്പോ ഞാൻ പെർമെറ്റ് പറഞ്ഞു, പ്രധാന മെഡിസിനാണ്. വലത്ത് തോളിലാണെങ്കിൽ സാങ്കുനേറിയാണ്. ഇത് നല്ല ഒരു മെഡിസിനാണ്. 30 പൊട്ടൻസിയാണ്, നമുക്ക് എടുക്കാവുന്ന മെഡിസിനാണ്. പിന്നെയുള്ളത് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് ഹമാമിലിസ് ആണ്. ജോയിന്റുകളിൽ അധികം നീരുണ്ടായിരിക്കും, ഇടിച്ച് നുറുക്കിയ പോലെയുള്ള വേദന ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഹമാമിലിസിനെ നോക്കുന്നത്. ഇത് ടിങ്കർ പുറമെ ഉപയോഗിച്ചുകൊണ്ട് 3x ഉള്ളിൽ കൊടുക്കണം എന്നാണ് പറയുക. ഹമാമിലിസ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മെഡിസിൻ. പിന്നെയുള്ളത് കാലപ്പഴക്കം ചെന്ന ജോയിന്റുകളിൽ കാലപ്പഴക്കം ചെന്ന് നീരിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് അയഡം 3x. ജോയിന്റ് മാറുന്നില്ല, പക്ഷെ കാലം കുറെ ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന കേസുകളിലാണ്. ഇത് 3x റിപ്പീറ്റഡ് ഡോസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെയുള്ളത് കാലികാർബാണ്. കാലികാർബ് ജോയിന്റ് സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള വേദന എന്ന് പറഞ്ഞ് രാത്രി പല പ്രാവശ്യം എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോവുക എന്നുള്ളതാണ് കാലികാർബിന്റെ ഏറ്റവും പ്രധാന ഒരു ലക്ഷണമായിട്ട് കാണും. ഇത് സാധാരണ രീതിയിൽ 2 or 3 ഡോസ് 30 പൊട്ടൻസി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. കാലികാർബ് നമുക്ക് ഈ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെയുള്ള കേസ് നമുക്കറിയാം കാൽമിയ ആണ്. കാൽമിയ നമുക്ക് വേദനയോടുകൂടി തരിപ്പ് എന്ന് പറയുന്ന ലക്ഷണം വരുമ്പോഴാണ് കാൽമിയ. പിന്നെയുള്ളത് ഈ കേസിനോട് കൂടി നമുക്ക് റുമാറ്റിസത്തിന്റെ കൂടി മസിലുകൾ ചുരുങ്ങി പോകുക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് വരാറുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിൽ ലാക്കസിസ് ആണ് പ്രധാനമായിട്ട് വരുന്ന ഔഷധം. ലാക്കസിസ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വണ്ണമാണ്. ഇനിയിപ്പോ ഒത്തിരി മെഡിസിൻ ഉണ്ട്, ഫോസ്ഫറസ്, വൈറ്റൊക്കെ, അങ്ങനെ ധാരാളം മെഡിസിൻ ഉണ്ട്. എല്ലാ മെഡിസിനും നമ്മൾ പറയേണ്ട കാര്യമില്ല. 10-70 മെഡിസിൻ ഉണ്ട്, പോളിക്രസ്റ്റ് ഉണ്ട്. എങ്കിലും ഒട്ടുമിക്കവാറും ഇതിനകത്ത് നമ്മുടെ അടുക്കലേക്ക് വരാവുന്ന മെഡിസിൻസ് ഞാൻ കുറെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഞാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. വീണ്ടും ഒരു ക്ലാസ്സിൽ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്പൂരി സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. അത്യാവശ്യം ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ 4 മിനിറ്റേ ഉള്ളൂ. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, നിങ്ങൾ പറഞ്ഞാല് കാൽമിയം ലാക്കസിന്റെ പൊട്ടൻസി പറഞ്ഞായിട്ട് കേട്ടില്ല. ലാക്കസിസ് ഞാൻ പറഞ്ഞ 1 പൊട്ടൻസിയാണ്. കാൽമിയ 30 പൊട്ടൻസിയാണ്. ഓക്കെ സാർ, ഓക്കെ സാറേ. ഈ നെഞ്ചിലൊക്കെ ഇത് വരുമ്പോ ഇതൊക്കെ റുമാറ്റിസം പോലുള്ള കണ്ടീഷന് വരുന്നതാണെന്നുള്ളത് ഞങ്ങളൊരു മണിക്കൂർ പലപ്പോഴും ടെസ്റ്റിലൊക്കെ ഇത് വരുമ്പോ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മള് ഗൗട്ട് ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ കേസുകളും ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ കേസിലും പനിയും ജലദോഷവും ചുമയും ഇതൊക്കെ പറയുമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയല്ല. ഞാൻ ഇതിന്റെ ഒരു നക്ഷല് തന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അടുക്ക വരുന്ന പേഷ്യൻസിനെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം എപ്പോഴും കേട്ടോ. അല്ല, ചെസ്റ്റിൽ ഇങ്ങനെ വേദന വരും എന്നുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സന്തോഷം, നന്ദി. ചെസ്റ്റില് വരെ ഗൗട്ടിന്റെ വേദന വരും എന്നുള്ളത് ആണ് സലീം കുമാർ ഡോക്ടർ അല്ലേ? അതിപ്പോ ഇപ്പഴാ മനസ്സിലായത്. അത് മനസ്സിലാക്കി തന്നതിന് നന്ദി. അപ്പൊ നമ്മൾ അത്രയും ചിന്തിക്കൂല, ചെസ്റ്റില് വരെ വേദന വരാൻ സാധ്യതയുണ്ട്. ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ ഒന്നുകൂടെ, ദേവൻ ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യൂ. നമസ്കാരം സാർ. നമസ്കാരം. വളരെ നല്ല, പതിവ് പോലെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ധാരാളം മെഡിസിൻ പറഞ്ഞു. എനിക്ക് ഒരു സംശയം, സാർ ആ റേഡിയം ബ്രോമൈഡ് പറഞ്ഞപ്പോൾ എണ്ണ മറുക എന്ന് പറഞ്ഞു, അതെന്താന്ന് മനസ്സിലായി? ജന്മമറുക് എന്ന് പറഞ്ഞാൽ സാധാരണ മറുക് തന്നെ. നമ്മൾ ജനിക്കുമ്പോ മറുക് കാണാറില്ല ശരീരത്തിൽ. ജന്മം എന്നാണോ പറഞ്ഞത്? ജന്മം എന്നാണോ പറഞ്ഞത്? ആ ഞാൻ എണ്ണയെന്നാ കേട്ട. എണ്ണയെന്നാ എനിക്ക്.
എനിക്കും അപ്പൊ എന്തായാലും വളരെ നല്ല പോയിന്റ് ആണ്. സാധാരണ ആ, മറികിന് നമുക്ക് റേഡിയം ബ്രോമൈഡ് നല്ല വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ദേവൻ ഡോക്ടറെ സാറിന് നന്ദി കൂടെ പറയാം. നമ്മളെ സമയം ഏകദേശം കഴിയാറ്. അല്ല എനിക്ക് ഇത് കഴിഞ്ഞ ദിവസം ഈ യൂറിക് ആസിഡിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ അത് യൂറിക് ആസിഡ് സ്റ്റോണിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചു പോയി. പിന്നെ ഭക്ഷണത്തെ കുറിച്ച് ഞാൻ പറയാനായിട്ട് തയ്യാറായി വന്നപ്പോഴത്തേക്ക് ഭക്ഷണത്തെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു അത്. പിന്നെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല. കാരണം ഭക്ഷണത്തെ കുറിച്ചുള്ള ധാരണ എല്ലാവർക്കും കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇപ്പോഴെന്തായാലും സാറ് ഈ യൂറിക് ആസിഡ് ആയിട്ട് ബന്ധപ്പെട്ട് സാറ് ഗൗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ നമ്മൾ ഈ ഗൗട്ടിന് വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു മെഡിസിൻസ് അമോണിയം ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് എല്ലാം തന്നെ പ്രധാനമായിട്ട് വരാറുണ്ട്. കാരണം അമോണിയയുടെ മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് യൂറിയയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അമോണിയം കാർബ്, അമോണിയം ബെൻസോയിക്കം, അമോണിയം മൂറ് ഇതൊക്കെ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഏതാണ്ട് എല്ലാ കാർബുകളും, ലിഥിയം കാർബ്, സ്ട്രോൺഷ്യം കാർബ്, നാട്രം കാർബ്, കൽക്കരിയ കാർബ്, ഇങ്ങനെയുള്ള ഇത് വളരെ നന്നായിട്ട് ആക്ട് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സാറ് സമയക്കുറവുകൊണ്ടായിരിക്കും അത് പറയാതിരുന്നത്. ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ റുമാറ്റിസം അത് നമ്മുടെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് മെഡിസിൻ, ഒന്ന് ഓറമെറ്റ് ഹൈപ്പർട്ടൻസിയും കാൽമിയായും ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ സന്ധിവാതമൊക്കെ ചികിത്സിക്കുമ്പോൾ അത് ഹാർട്ടിലേക്ക് പോകാനും അത് രോഗികൾക്ക് ശരിക്കും പറഞ്ഞാൽ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി ഓറമൂറ് സാറ് പറഞ്ഞു, ഓറമെറ്റ് പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഓറമെറ്റും കാൽമിയായും ഇടയ്ക്കൊക്കെ ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് സന്ധിവാതം ഉള്ള രോഗികൾക്ക്, സന്ധിവാതം, റുമാറ്റിസം, സപ്രസർ റുമാറ്റിസം ഹാർട്ടിലേക്ക് പോകുന്നതിന് നമുക്ക് വേറെ അബ്രോട്ടാനം വേറെ മെഡിസിൻസ് ഉണ്ട്. ഞാൻ അതല്ല, പക്ഷെ ഇതൊരു ഇന്റർ കറന്റ് മെഡിസിൻ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒന്നല്ല കേട്ടോ, താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. പിന്നെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ഡോസ് കൊണ്ട് എല്ലാ അസുഖവും മാറും എന്നുള്ള ധാരണ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഒരു വികാസം വരണം. ഹാനിമാൻ 6 തവണ തിരുത്തി എഴുതിയതാണ് ഓർഗനോൺ. നമ്മൾ തയ്യാറാകാതെ ഒരു മതം പോലെയാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. ഇത്തരം ഒരു ചർച്ചയ്ക്കുള്ള സമയം ഇവിടെ ഇല്ല. ഒരു സാറിന്റെ ക്ലാസ് പതിവ് പോലെ ഇത്തവണയും നന്നായി, വളരെ വളരെ നന്നായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി ഡോക്ടർ ദേവൻ ഡോക്ടറെ. കുറച്ച് മെഡിസിൻ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ സമയം കുറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. സമയം 10 കഴിഞ്ഞ് ഡോക്ടറെ. നമുക്ക് ഇനിയും ഒരു ക്ലാസ് നമുക്ക് ഈ വിഷയത്തിൽ തന്നെ വെക്കാം. അപ്പോഴേ നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. എന്തായാലും നമ്പൂതിരി സാറ് വളരെ അറിവ് പകരുന്ന ഒരു ക്ലാസ്സാണ് എടുത്ത്. മെഡിസിന്റെ ഒരു പെരുമഴ തന്നെ ആണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് സാറ് പങ്കുവച്ചത്. എന്തായാലും ഇന്നത്തെ സമയം നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ സാറിന് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ധനീഷ്
ഇല്ല, അല്ല എന്നെ പോസ്റ്റ് ആക്കി അപ്പൊ പറയാം, പോസ്റ്റ് ആക്കി വേറെ കാര്യങ്ങൾ